Dal Vangelo secondo Matteo. In quel tempo Gesù disse ai suoi discepoli: Non credete che io sia venuto ad abolire la legge e i profeti. Non sono venuto ad abolire, ma a dare pieno compimento. ഏറ്റവും സ്നേഹമുള്ളവരെ, തൃശ്ശൂർ അതിരൂപതയിലെ ചേറ്റുപുഴ കർമ്മലമാതാ ഇടവക ദേവാലയം ഇവിടെ സ്ഥാപിതമായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ദൈവജനം ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും കഴിഞ്ഞ 25 വർഷങ്ങളിലായി ഈ ഇടവക സമൂഹത്തിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനുമായി രജത ജൂബിലി ഈ വർഷം ആഘോഷിക്കുമ്പോൾ ഇടവകയിലെ 118 വ്യക്തികൾ ദൈവവചനം വിവിധങ്ങളായ ഭാഷകളിൽ 9 ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതുവാനായിട്ട് തീരുമാനിച്ചു. ഈ അവസരത്തിൽ ആദ്യം 25 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുവാനായിട്ട് സിൽവർ ജൂബിലി കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ മറ്റുള്ളവരും വളരെ ആഗ്രഹത്തോടു കൂടി ഞങ്ങൾക്കും ബൈബിൾ എഴുതണം എന്നുള്ള ആഗ്രഹവുമായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെ 118 പേര് ഇപ്പോൾ വിവിധങ്ങളായ ഭാഷകളിൽ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടവക സമൂഹത്തെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് പരിശുദ്ധ കർമ്മലമാതാവിനോടുള്ള പ്രത്യേക സ്നേഹവും പരിശുദ്ധ കർമ്മലമാതാവ് വഴി ഈ ഇടവക സമൂഹത്തിലെ ഓരോ കുടുംബത്തിനും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നന്ദിയോടെ ഓർക്കുന്നതിനുമായി പരിശുദ്ധ കർമ്മലമാതാവിന് വളരെ പ്രത്യേകമാംവിധം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ഇടവക ദേവാലയത്തിൽ ഈ മാതാവിനോടുള്ള ഭക്തിയിൽ എല്ലാ ദൈവജനങ്ങളും സന്തോഷപൂർവ്വം ജീവിക്കുകയും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ വിവിധങ്ങളായ ഭാഷകൾ ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഹിന്ദി, കന്നഡ, സാൻസ്ക്രിറ്റ്, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ 9 ഭാഷകളിലായിട്ടാണ് ഇവരെ പകർത്തിയെഴുതുന്നത്. ഏകദേശം എല്ലാവരും തന്നെ ഇതിൻ്റെ പകർത്തിയെഴുത്തൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സമർപ്പണം ഞങ്ങളുടെ രജത ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് 2026 മെയ് മാസം 1-ാം തീയതി നടത്തപ്പെടുകയാണ്. അഭിയുന്നിമാർ ആൻഡ്രൂസ് താഴത്ത് മെത്രോപൊലീത്ത ഞങ്ങളുടെ ഈ സമർപ്പണം സ്വീകരിക്കുന്നതിനായിട്ട് ഇവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. ആ സമയം ഞങ്ങളെല്ലാവരും ഇതെഴുതി പൂർത്തിയാക്കുന്നതുമായിരിക്കും. ഈ വചനം എഴുതിയത് മൂലം ഇവിടെ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പേര് ലിസ്ബോബി. ഞാൻ മലയാളം ഭാഷയിലാണ് എഴുതുന്നത്. എനിക്കുണ്ടായ 2 അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. എൻ്റെ മകൻ ദുബായിൽ വിസയ്ക്ക് പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ടും കമ്പനി വിസ അടിച്ചിരുന്നില്ല. ഞാൻ ജൂൺ 29-നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ബൈബിൾ എഴുതാൻ. ജൂൺ 26-ന് അവന് 2 കൊല്ലത്തെ വിസ സ്റ്റാമ്പ് ചെയ്തു. അതുപോലെ രണ്ടാമത്തെ എൻ്റെ മകളുടെ ക്യാമ്പ് സെലക്ഷനിൽ ICIC ബാങ്കിൽ പ്ലേസ്മെൻ്റായി റിലേഷൻഷിപ്പ് മാനേജറായിട്ട്. ഇങ്ങനെ 2 സാക്ഷിയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ പേര് അരിമ്പൂരി ചിരോത ജോർജ് ആൻഡ് ഫാമിലി. ഞങ്ങൾ 5 പേരും ബൈബിൾ എഴുതുന്നുണ്ട്. വിവിധ ഭാഷകളിലായിട്ടാണ് എഴുതുന്നത്. രണ്ടാമത്തെ മകൾ മുൻപേ തന്നെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതി പബ്ലിഷ് ചെയ്തിരുന്നു. ഇത് 2ാം പ്രാവശ്യമാണ്. അപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 25 ആൾക്ക് ആവണ സമയത്ത് അവർ തന്നെ മുന്നോട്ട് വന്ന് ബാക്കി 4 പേരും എന്നോട് കൂടെ ബൈബിൾ എഴുതാനുള്ള പേര് തരികയാണ് ഉണ്ടായത്. 2 പേര് ഇംഗ്ലീഷ്, 2 പേര് മലയാളം, ഒരാൾ ജർമ്മനിലാണ് എഴുതുന്നത്. അവളുടെ സെക്കൻഡ് ലാംഗ്വേജ് ജർമ്മനായിരുന്നു. അപ്പോൾ 5 പേരും ഞങ്ങൾ ഫാമിലി അടക്കം എഴുതുന്നുണ്ട്. ഞങ്ങൾക്ക് കർമ്മലമാതാവിൻ്റെ ദേവാലയത്തിൻ്റെ നിയോഗങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ നിയോഗങ്ങളും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാബല്യത്തിൽ വരും എന്ന പ്രത്യാശയോട് കൂടിയിട്ട് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബൈബിൾ ഏകദേശം തീരാറായി കഴിഞ്ഞു, ബൈൻഡ് ചെയ്യാറായിട്ടുണ്ട്.
ഇതിൽ താഴെയുള്ള മകന് 11 വയസ്സാണ്. അവനാണ് ഇപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ 2 കുട്ടികളിൽ ഒരാൾ എൻ്റെ മകനും കൂടിയാണ്, ജോവാക്കിം ജോർജ്. അങ്ങനെയാണ് ഞങ്ങൾ 5 പേരും. അവൻ തന്നെ താല്പര്യം എടുത്തുകൊണ്ടാണ് മുൻപോട്ട് വന്നത്. അതിൻ്റെ വല്ലാത്തൊരു സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിനുമുണ്ട്. എൻ്റെ പേര് അനിത ജോർജ്. ഞാൻ തമിഴ് ഭാഷയിലാണ് എഴുതിയത്. ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞ്. ഇനി ബൈബിൾ എഴുതാനുള്ള കാരണം ഞാൻ വയ്യാണ്ടിരുന്ന്, പിന്നെ എൻ്റെ ഫ്രണ്ടും അച്ഛനും ഒക്കെ ഒരു നിയോഗം വെച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നിയോഗം വെച്ച് എഴുതിയപ്പോൾ എനിക്ക് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്നതും മൂക്കിൽ ചെറിയ ദശയുണ്ടായിരുന്നു. അതിപ്പം മാറിയിട്ടുണ്ട്. പിന്നെ മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോർമലായി, കുഴപ്പമൊന്നുമില്ല. ഈസൈ സൂത്രം, ഈസൈ നന്ദി. എൻ്റെ പേര് പൗളി. ഡിസംബർ 26 ബൈബിൾ എഴുതി കഴിഞ്ഞത്. മലയാളം ഭാഷയാണ് എഴുതിയത്. എനിക്ക് 30 വർഷമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. അത് നിയോഗം വെച്ചാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ ജനുവരി 26 എനിക്ക് സ്വന്തമായി ഒരു ഭവനമുണ്ടായി. ഇതാണ് എൻ്റെ നിയോഗമായിരുന്നത്. എൻ്റെ പേര് സിമി. ഞാൻ കന്നഡയിലാണ് എഴുതുന്നത്. ഞാൻ ഈ ബൈബിൾ എഴുതാൻ തന്നെ കാരണം ഞങ്ങളുടെ വിവാഹ വാർഷികം എൻ്റെ 25ാം വാർഷികമാണ്. അപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഈ ഭാഷയിൽ എഴുതുന്നത്. പിന്നെ കന്നഡ ഡിസൈഡ് ചെയ്തത് ഞാൻ 16 ವರ್ಷ ನಾನು ಕರ್ನಾಟಕದಲ್ಲಿ ಇದ್ದರೆ ಅದಕ್ಕೆ ನಾನು ಕನ್ನಡದಲ್ಲಿ ಓದಕ್ಕೆ ಬರುತ್ತೆ ನನಗೆ. ಅದಕ್ಕೆ ನಾನು ಕನ್ನಡ എൻ്റെ പേര് ആൻമരിയ. ജർമ്മൻ ബൈബിളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ജർമ്മൻ ബൈബിൾ എഴുതാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ഞാൻ കുറച്ച് എൻ്റേതായ രീതിയിൽ എഴുതി തുടങ്ങിയിരുന്നു ഏഷ്യയുടെ പുസ്തകം. അതോടൊപ്പം പള്ളിയിൽ നിന്നും ഇങ്ങനൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. സോ ഞാൻ ജർമ്മൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. എഴുതിയിരുന്ന സമയത്തായിരുന്നു ഞാൻ ജർമ്മൻ എക്സാമുകൾ എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് എക്സാം B2 മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചു. അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് എടുക്കും. എൻ്റെ പേര് ജിസ്മി. ഞാൻ സംസ്കൃതത്തിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. സംസ്കൃതത്തിൽ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രിയും PG എല്ലാം സംസ്കൃതത്തിലാണ് പഠിച്ചത്. അപ്പോൾ സംസ്കൃത ഭാഷ ഈശോയെ എങ്ങനെ അറിയിക്കാമെന്ന്, അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. യേശു പുനഃ താൻ ജഗാദ അഹമേവ സംസാരസ്യ ജ്യോതിം അസ്മിം യഹ മമ അനുസരതി സഹ അന്ധകാരേ ന ഭ്രമതി അസോ നരാഹ ജീവനസ്യ ജ്യോതിം ലപ്സ്യതി. യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യാണ്. I'm so happy and grateful that I could decide on writing the New Testament. Initially I thought of getting time, but as I started writing, I had some pain on my hand and I had to undergo a surgery. But God's grace, every day I could find some time. And though it is a strenuous work, it is blissful, and always it gives me strength, courage. And as the head of the Department of English in Vimla College, I had to overcome so many struggles with the students, with the teachers, the surroundings. But the writing of the New Testament gives me courage and many a time enlightenment. And I'm grateful to the Karmala Mother Church, Chetupura, because earlier 7 years I worked here. I served in this parish, and Mother Mary helped me, blessed me a lot. And now when I go back, when I think about my earlier days, it is a real blessing. So when we celebrate this 25 years of Silver Jubilee, it is a great boon to all the parishioners of this Karmala Mother Church. Thank you. എൻ്റെ പേര് ബീന. കർമ്മലമാത പള്ളിയിലാണ്. 15 വർഷം മുമ്പ് ഞങ്ങൾ വാങ്ങിയ വീടാണ്. അപ്പോൾ അപ്സ്റ്റെയർ സൗകര്യക്കുറവ് കാരണം അപ്സ്റ്റെയർ പണിയാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു, ഒത്തിരി പഴക്കമുള്ള വീടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് താഴെ കൂടി പൊളിച്ച് നല്ല രീതിയിൽ പണിതൂടെയെന്ന് പറഞ്ഞു. അപ്പം മകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് അങ്ങനെ ആവാമേ,
നമുക്ക് അത് ഒരുമിച്ച് അത് പൊളിച്ച് പണിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ വീട് പണിയാൻ ഞാനൊരു നിയോഗം ഇത് കഴിയുന്നതോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് സാധിച്ചു തരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അത് എനിക്ക് ഭവനത്തിനായി ഒരുക്കി. എൻ്റെ പേര് ലിജോ. ഞാൻ ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായതുകൊണ്ട് കുറച്ച് ആ ഭാഷ പഠിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കർമ്മലാമാതാവിൻ്റെ ഈ ഒരു 25 വർഷത്തിന് ഈ ഒരു വേളയിൽ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാനൊരു വേറൊരു ഭാഷ എഴുതാനായിട്ടുള്ള ഒരു അവസരം ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രഞ്ച് ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Dear brothers and sisters, I came here to celebrate with my brothers, the Carmelite brothers of the Carmelite province of St. Thomas, the provincial chapter. It's a very important gathering for us because all together we are going to discern the God's will for the future in this province here in India. There are two main pillars in the Carmelite spirituality, and I think it's very important to remember that in this evening, in this afternoon. One pillar is the celebration of the Eucharist, very important in the Christian life. And another pillar is the reading and meditation of the Word of God. I have been informed that a wonderful initiative is currently underway here in the parish. The Bible is being rewritten in 9 different languages. Then congratulations. The Bible is certainly the most translated book in the world. It has been translated into more than 700 languages and dialects. You have chosen 9, but more than 700 languages and dialects. 125 volunteers, you here, are working in this project. I support and encourage you to participate in this beautiful activity, which is focused above all on the Word of God. One thing is the Bible, and another thing is the Word of God. The Word of God is inside of this book. When you open this book, you find a treasure. Your life is there. The psalmist says, I like very much the book of Psalms. There is one where the psalmist says, your word is a lamp to my feet and a light to my path. The people of Israel say that a prayerful man and women cannot go more than 3 days without listening the word of God, because our lives are full of events and circumstances, and we need someone always to illuminate and interpret them, and that is God with His Word. And finally, I encourage you all to have a Bible in your homes. Also, to give a Bible to your friends, why not? And to read a passage from the Scripture every day. Every day, not only in this event, but every day, at least a verse. May Jesus, the Word incarnate,
and Mary, the listener of the word, be with you always. May God bless you. Amen.